കഴിഞ്ഞ ദിവസമാണ് ആറ്റിങ്ങൽ നഗരസഭ CDS തിരഞ്ഞെടുപ്പ് നടന്നത്. CDS ചെയർപേഴ്സണായി ആറ്റിങ്ങൽ നഗരസഭ മുൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഗിരിജ ടീച്ചർ എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടു. ആറ്റിങ്ങൽ നഗരസഭ കുടുംബശ്രീ CDS ചെയർപേഴ്സണായിട്ട് എന്നെ ഇന്ന് തിരഞ്ഞെടുക്കുകയുണ്ടായി. എതിരില്ലാതെയാണ് തിരഞ്ഞെടുക്കപ്പെട്ടത്. എനിക്ക് എല്ലാവരുടെയും സപ്പോർട്ടും സ്നേഹമൊക്കെ ആവശ്യമാണ്. ഇത് നല്ല രീതിയിൽ CDSന് മുന്നോട്ട് കൊണ്ടുപോകാൻ എല്ലാവരുടെയും സഹായവും പ്രാർത്ഥനയൊക്കെ ഉണ്ടാകണം. എന്നാൽ വൈസ് ചെയർപേഴ്സൺ സ്ഥാനത്തേക്ക് നടന്ന തെരഞ്ഞെടുപ്പിനെതിരെയാണ് പരാതി ഉയരുന്നത്. ഈ സ്ഥാനത്തേക്ക് മത്സരിച്ച മിനി രവി നിലവിൽ കുടുംബശ്രീ ബാലസഭയുടെ RP ആയി പ്രവർത്തിക്കുകയാണ്. നിലവിൽ ഓണറേറിയം കൈപ്പറ്റുന്ന തസ്തികയിൽ ജോലി ചെയ്യുന്നതിനാൽ കുടുംബശ്രീയുടെ മാനദണ്ഡങ്ങൾ അനുസരിച്ച് മത്സരിക്കാനാവില്ല. ഇത് മറച്ചുവെച്ചതിനെതിരെയാണ് പ്രതിപക്ഷ കക്ഷികൾ റിട്ടേണിംഗ് ഓഫീസർക്ക് പരാതി നൽകിയത്. പക്ഷേ പരാതി പരിഗണിക്കപ്പെട്ടില്ല. BJP കോൺഗ്രസ് കൂട്ടുകെട്ടെന്ന ഒരു അഭിപ്രായം പറഞ്ഞിട്ടാണ് അവർ പോയത്. അങ്ങനെ ഒരു കൂട്ടുകെട്ടില്ല. ഇത് സ്ത്രീകളുടെ കൂട്ടായ്മയാണ് കുടുംബശ്രീ എന്ന് പറയുന്നത്. അപ്പോൾ അതിന് ഒറ്റക്കെട്ടായിട്ട് BJP ആയാലും കോൺഗ്രസ് ആയാലും മറ്റ് പാർട്ടിക്കാരായാലും നമ്മൾ ഒരുമിച്ച് നിൽക്കും. അല്ലാതെ ഇവിടെ BJP കൂട്ടുകെട്ട് ആയിട്ട് അല്ല ഇത് പറയുന്നത്. ഈ ആർക്കും ന്യായമായ കാര്യങ്ങൾക്ക് സ്ത്രീകളുടെ കൂട്ടായ്മയാണ്. അതിനെല്ലാവരും ഞങ്ങളെല്ലാ സ്ത്രീകളും ഒരുമിച്ച് തന്നെ നിൽക്കും. ഈ വൈസ് ചെയർപേഴ്സൺ തിരഞ്ഞെടുപ്പ് റദ്ദ് ചെയ്തിട്ട് പുതിയ യോഗ്യതയുള്ള ഒരു ആളിനെ സ്ഥാനത്ത് കൊണ്ടുവരണമെന്ന് മാത്രമാണ് നമ്മുടെ അഭിപ്രായം. നിയമപരമായ കാര്യങ്ങൾ അതുപോലെ രീതിയിൽ തന്നെ മുന്നോട്ട് പോയാൽ നമ്മൾ ഇതിന് കോടതിയെ സമീപിക്കും. ഈ ഇലക്ഷൻ റദ്ദാക്കണമെന്നാണ് നമ്മുടെ ആവശ്യം. കോറം തകയണമെങ്കിൽ 7 പേരെങ്കിലും വന്നല്ലേ ആ വാർഡിൽ നമുക്ക് CDS കമ്മിറ്റി അംഗത്തിന് എടുക്കാൻ പറ്റും. റിട്ടേണിംഗ് ഓഫീസർ പറഞ്ഞു തരണം പൊതു തെരഞ്ഞെടുപ്പിൽ നിന്ന് എടുക്കാം. അത് ഏത് ബൈലയിൽ പറയുന്നു? അത് ഏത് ബൈല ഇതുവരെ നടന്നിട്ടുള്ളതാണ്. പിന്നെ പ്രതിപണ്ണ് ഇവിടെ എന്തരാണ് റോള്? ഇത് പെണ്ണുങ്ങൾ സമ്പാദിച്ചിട്ട് പെണ്ണുങ്ങളെ വളർത്തിക്കൊണ്ടുവന്ന പ്രസ്ഥാനമാണ് ഈ കുടുംബശ്രീ എന്ന് പറയുന്നത്. പ്രതിപണ്ണന് ഇവിടെ വന്ന് അവരുടെ പാർട്ടിക്കാരെ വിളിച്ച് വെളിയിലിറക്കി സംസാരിക്കേണ്ടതില്ല. അതൊക്കെ ഇന്നലെ വരെ ചെയ്യാം. പക്ഷേ ഇലക്ഷൻ തുടങ്ങിക്കിടന്നു. ഇലക്ഷൻ്റെ പ്രക്രിയ ആരംഭിച്ചാൽ ഒരു ജനപ്രതിനിധികളും ഇലക്ഷൻ കാലിനകത്ത് കയറാൻ പാടില്ല എന്ന് വ്യക്തമായി ബൈലോയിൽ പറയുന്നുണ്ട്. അത് നിരസിച്ചിട്ടാണ് ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ മൊത്തം ഈ ആറ്റിങ്ങൽ നഗരസഭയിലെ CDSൻ്റെ ഇലക്ഷൻ നടന്നിട്ടുണ്ട്. ചെയർമാൻ വന്ന് നേരിട്ട് വന്ന് ഒരാളെ തിരഞ്ഞെടുത്തുകൊണ്ട് പോവുകയാണ് ഇന്ന് കഴിഞ്ഞ വർഷം വരെ നടന്നത്. ഈ പ്രാവശ്യം അത് പറ്റില്ല എന്ന് പറഞ്ഞെങ്കിലും അവസാന ഘട്ടമായപ്പോൾ ചെയർമാൻ വന്ന് അവരെ പാർട്ടിക്കാരെല്ലാവരും ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് പേരെ വിളിച്ചിട്ട് ഇന്ന ആളെ മാത്രമേ വോട്ട് കൊടുക്കാവൂ എന്ന് പറഞ്ഞ് നിർദ്ദേശം പറഞ്ഞ് അവരെ അങ്ങോട്ട് വിട്ടു. അത് കഴിഞ്ഞ് വൈസ് ചെയർപേഴ്സൻ്റെ മത്സരം വന്നപ്പോൾ 2 പേരുണ്ടായിരുന്നു. 2 പേരിൽ ഒരാൾ ബാലസഭയുടെ RPയുടെ ഓണറേറിയം മേടിക്കുന്ന ഒരാളാണെന്ന് ഞാൻ വ്യക്തമായി ROയ്ക്ക് സൂചിപ്പിച്ചിരുന്നു. പക്ഷേ RO പറഞ്ഞ് എൻ്റെ അടുത്ത് തെളിവ് കൊണ്ടുവരാനാണ് RO പറഞ്ഞത്. ഞാനല്ലല്ലോ തെളിവ് കൊണ്ടുവരേണ്ടത്. ഞാനൊരു പരാതി ഉന്നയിക്കുമ്പോൾ ആരാണോ നിൽക്കുന്നത് അവരാണ് തെളിവ് കൊണ്ടുവരേണ്ടത്. RO എൻ്റെ അടുത്ത് പറഞ്ഞതെന്ന് വെച്ചാൽ ഇയാൾ തെളിവ് കൊണ്ടുപോകാമെന്നാണ് പറഞ്ഞത്. എന്നിട്ട് ഞാനൊരു വെള്ള പേപ്പറിൽ പരാതി വരെ എഴുതി കൊടുത്തു. അതുപോലും RO സ്വീകരിക്കാതെയാണ് ഈ ഇലക്ഷൻ നടന്നത് തന്നെ. കാരണം ഇന്നലെ വരെയും ബാലസഭയുടെ RP ഈ പറഞ്ഞ പുള്ളിക്കാരിയാണ്. കുടുംബശ്രീക്ക് പാർട്ടി പാടില്ല എന്ന് പറഞ്ഞിട്ടും CPM ആണ് ഇതിൽ കയറി നന്നായിട്ട് കളിക്കുന്നത്. അത് ഇനിയെങ്കിലും നിർത്താക്കണം. കുടുംബശ്രീ എല്ലാവർക്കും ഉള്ളതാണ്. എല്ലാവരും കുടുംബശ്രീ അംഗങ്ങളാണ്. കുടുംബശ്രീക്ക് വേണ്ടി നമ്മൾ ഒറ്റക്കെട്ടായിട്ട് നിൽക്കുക തന്നെ ചെയ്യും. ഇതിലൊരു പാർട്ടിയും ഇല്ല. ഇന്ന് CDSൻ്റെ തെരഞ്ഞെടുപ്പായിരുന്നു. രാവിലെ ഞങ്ങൾ എല്ലാവരും ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ROയെ കണ്ട് വ്യക്തമായിട്ട് പറഞ്ഞതാണ് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ആൾക്കാരോ കൗൺസിലേഴ്സോ ഇതിനകത്ത് കയറാൻ പാടില്ല എന്ന് അദ്ദേഹത്തോട് പറഞ്ഞു. അദ്ദേഹം ഉറപ്പും തന്നതാണ് ആരും കയറില്ല. പക്ഷേ പലപ്പോഴും രാജു കൗൺസിലർ വന്നു, ഇവിടെ വന്ന് നിന്നു. ഞങ്ങൾ നോക്കുമ്പോൾ ഞങ്ങൾ കൂടെ വരുമ്പോൾ അവർ തിരിച്ചു പോകും. അത്തരത്തിലാണ് നിന്നത്. ഉച്ചയ്ക്ക് ശേഷം CDS ചെയർപേഴ്സൺ തെരഞ്ഞെടുപ്പ് സമയത്ത് രാജു കൗൺസിലർ ഇവിടെ വന്ന് നിന്നു. ചെയർമാനെ വിളിക്കാൻ പറഞ്ഞു. ഒരാൾ പോയി ചെയർമാനെ വിളിച്ചുകൊണ്ട് വന്നു. 2 ആളും കൂടി അകത്ത് കയറി. RO അവിടെ നോക്കിക്കൊണ്ടിരിക്കെ ആളിനെ അവിടെ നോക്കുകുത്തിയായിട്ട് ഇരുത്തിക്കൊണ്ട് ഈ ആൾക്കാരെ എല്ലാവരെയും ഇവിടെ വിളിച്ചു നിർത്തി തന്നെയാണ് ക്ലാസ് കൊടുത്തത്. CDSൻ്റെ തെരഞ്ഞെടുപ്പിൽ ഒരാളും കൗൺസിലേഴ്സോ ചെയർമാനോ ആരും ഇതിൻ്റെ അകത്ത് കയറി അഭിപ്രായം പറയാൻ പാടില്ല എന്നുള്ള ഒരു നിയമം ഇരിക്കെ ഇങ്ങനെ ചെയ്യുന്നത് ശരിയായ നടപടിയല്ല. നമ്മൾ സ്വന്തമായിട്ടുള്ള നമ്മുടെ സമ്പാദ്യമായിട്ടാണ് നമ്മൾ ഈ കുടുംബശ്രീ വളർത്തിക്കൊണ്ട് വരുന്നത്. അതിൽ മറ്റൊരു പാർട്ടി ബന്ധപ്പെടുത്തിക്കൊണ്ട് അത് അവരുടെ ആൾക്കാരെ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ട് നടത്താനുള്ള ഒരു സംരംഭമായിട്ട് കാണുന്നത് വളരെ തെറ്റായ ഒരു കാര്യമാണ്. കുടുംബശ്രീയിൽ സ്ത്രീകൾക്ക് നീതി കിട്ടണം എന്നുള്ളതാണ് നമ്മുടെ ആവശ്യം. പിന്നെ എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കുന്നുണ്ട്. പരാതികളെ സമ്മർദ്ദത്തിലൂടെ അട്ടിമറിക്കാൻ നിയമം പാലിക്കാതെ തെരഞ്ഞെടുപ്പ് ഹാളിൽ ഭരണപക്ഷ നേതാക്കളും കൗൺസിലർമാരും തള്ളിക്കയറി. ഇതിനെതിരെയാണ് കോൺഗ്രസ് BJPയും നിയമ നടപടികൾക്കൊരുങ്ങുന്നത്.